ആദ്യം PDF കാണിച്ചു കഴിഞ്ഞപ്പോ എനിക്കൊന്നും മനസ്സിലാവണില്ലായിരുന്നു. ഞാൻ ചെയ്ത് എന്താ ഈ പറയണ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ചാർട്ട് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോ ലൈനും ഇട്ടിട്ട് ഓരോ ക്യാൻഡിൽ മാർക്ക് ചെയ്യുമ്പോണ്ടല്ല, ഞാൻ കളിക്കും ഇയാൾക്ക് ഇങ്ങനെ അറിയിക്കുന്നത് ഇങ്ങനെ ഇത് ഒന്നും മനസ്സിലാവുള്ള എനിക്ക്. നിങ്ങൾ മാർക്ക് ചെയ്ത് എന്നിട്ട് ഒരു ക്യാൻഡിൽ വിട്ട് മാർക്ക് ചെയ്തില്ലേ. അപ്പൊ ഞാൻ എന്തായിരിക്കും ക്യാൻഡിൽ മാർക്ക് ചെയ്യാൻ വിചാരിച്ചു. ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ നിങ്ങൾ അത് പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞിട്ട് കണ്ടോ ആ ക്യാൻഡിൽ ഒന്നും സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോണ്ടല്ല, നിങ്ങൾ വരയ്ക്കാത്ത ഒരു ക്യാൻഡിലും സപ്പോർട്ട്. ഞാൻ എന്ത് ദൈവം ഇത് എന്തുകൊണ്ടാണ് വരച്ച് വെച്ചേക്കണെന്ന് ആലോചിച്ചിരിക്കുക. ഞാൻ ഇങ്ങനത്തെ മാർക്ക് ചെയ്ത് ആലോചിച്ചിരുന്നേരം. പിന്നെ നിങ്ങളെ വിട്ടിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കറക്റ്റ് അതിൽ സപ്പോർട്ട് ചെയ്യാതെ പോണതും കണ്ട് ഒറ്റൊരെണ്ണം പോലും മിസ്സാവാതെ, ഒരെണ്ണം പോലും എറർ വരാതെ. അതാണ് ഞാൻ പറഞ്ഞ കോൺഫിഡൻസ് ആയെന്ന് പറഞ്ഞത്. കാരണം ഒരാൾ കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ ഈ മാർക്കറ്റിങ്ങിന്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ പഠിച്ചിറങ്ങണത് ആരാണോ അവരെന്തായാലും അടുത്ത ആൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോണതായിരിക്കും. വേറെ ഒന്നും സജസ്റ്റ് ചെയ്യാൻ പോണില്ല. ഞാൻ വേറെ മെന്റർഷിപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട്, വേറെ കോഴ്സ് എടുത്തിട്ടുണ്ടല്ലോ. പക്ഷേ ട്രേഡിങ് പഠിക്കാന്ന് പറയുമ്പോൾ നമ്മളത് നോക്കുന്നേ പറയത്തുള്ളൂ. പക്ഷെ നിങ്ങളുടെ അത് 100%, അതായത് ഒരിക്കലും നഷ്ടം വരില്ല എന്ന് പറയത്തുള്ളൂ. ഒരിക്കലും നഷ്ടം വരില്ല. 100% കണ്ണടച്ചെടുക്കാന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു ക്യാൻഡിൽ മാർക്കിടെ കാണുന്ന തന്നെ ഒരു ബ്യൂട്ടി ആയിട്ടൊരു സെറ്റപ്പാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ വാക്കില്ല എനിക്ക്.